ഹായ് ഓൾ വെൽക്കം ടു എക്സാം ബൈ ലേണിംഗ് NMMS 1 minute 1 മാർക്ക്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് റിക്വയർഡ് ഫോർ ഫോട്ടോസിന്തസിസ്. ഫോട്ടോസിന്തസിസ് നടക്കാൻ ആവശ്യമായി, അതായത് പ്രകാശ സംശ്ലേഷണത്തിന് ആവശ്യമല്ലാത്തത് ഏത് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഏതൊക്കെയാണ്? കാർബൺ ഡൈ ഓക്സൈഡ് വേണോ? നമുക്കറിയാം കാർബൺ ഡൈ ഓക്സൈഡ് എയറിൽ നിന്ന് വലിച്ചെടുത്തിട്ട് ഫോട്ടോസിന്തസിസ് നടക്കുള്ളൂ, അത് ഉണ്ടെങ്കിലേ നടക്കുള്ളൂ. ഓക്സിജൻ വേണോ? ആലോചിച്ച് നോക്കുക. അതേപോലെ തന്നെ വാട്ടർ സോയിലിൽ നിന്ന് വലിച്ചെടുത്ത് പിന്നെ സൈലത്തിലൂടെയൊക്കെ വന്നാലേ അവിടെ എത്തിയാൽ, അതായത് നമ്മുടെ ലീഫിലേക്ക് വാട്ടർ എത്തിയാൽ മാത്രമേ എന്ത് നടക്കുള്ളൂ? ഫോട്ടോസിന്തസിസ് നടക്കുള്ളൂ. ക്ലോറോഫിൽ വെരി ഇമ്പോർട്ടൻറ്റ് അല്ലേ, ക്ലോറോഫിൽ നിന്നുള്ള പിഗ്മെന്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഇത് നടക്കുള്ളൂ. സോ ഓക്സിജൻ ഈസ് ദ കറക്റ്റ് ആൻസർ അല്ലേ. ഓക്സിജൻ ആണ് പ്രകാശ സംശ്ലേഷണത്തിന് ആവശ്യം അല്ലാത്തത് അല്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫോട്ടോസിന്തസിന്റെ റിയാക്ഷൻ എന്ന് പറയുന്നത്. കാർബൺ ഡൈ ഓക്സൈഡ് ഫ്രം ദ എയർ, അത് സ്റ്റൊമാറ്റയിലൂടെ ലീഫിലേക്ക് എത്തും. അതുപോലെ തന്നെ വാട്ടർ സോയിൽ നിന്ന് വലിച്ചെടുക്കും. അതേപോലെ തന്നെ സൺലൈറ്റ് വേണം. അതുപോലെ തന്നെ ലീഫിലുള്ള ആ ക്ലോറോഫിലും വേണം. ഇതെല്ലാം ഈ പറഞ്ഞ ഈ നാല് കാര്യങ്ങളും എന്തിന് ഇമ്പോർട്ടൻ്റ് ആണ്? ഫോട്ടോസിന്തസിസ് നടക്കാൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ നടന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രോഡക്റ്റ് ആണ് ഇപ്പുറത്തെ ഭാഗത്ത് കൊടുത്തിട്ടുള്ളത്. എന്ത്? ഗ്ലൂക്കോസും അതുപോലെ തന്നെ ഓക്സിജൻ. ഗ്ലൂക്കോസും ഓക്സിജനും പ്രോഡക്ട്സ് ആണ്. ഇറ്റ് ഈസ് നോട്ട് ഇമ്പോർട്ടൻറ്റ് ടു ഒക്കെ ഫോട്ടോസിന്തസിസ് നടക്കാൻ എന്ത് ആവശ്യമില്ല? ഗ്ലൂക്കോസോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഓക്സിജനോ ആവശ്യമില്ല. അപ്പോൾ ഇതാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ ഓക്സിജൻ ഇസ് ദ ആൻസർ അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ ഒരു ഫോട്ടോസിന്തസിന്റെ റിയാക്ഷൻ കൊടുത്തു. ഇതേപോലെ റെസ്പിറേഷൻ ഇതേപോലെ ഒരു ഇക്വേഷൻ ഉണ്ട്. കാർബൺ ഡൈ ഓക്സൈഡ് പ്ലസ് വാട്ടർ ഗിവ്സ് ഗ്ലൂക്കോസ് പ്ലസ് ഓക്സിജൻ എന്ന് ഇതിന് നമ്മൾ റിയാക്ഷൻ എഴുതിയതുപോലെ സെല്ലാർ റെസ്പിറേഷനും നമ്മളൊരു ഇക്വേഷൻ എഴുതും. നിങ്ങൾക്ക് അറിയാമെങ്കിൽ സെല്ലാർ റെസ്പിറേഷൻ്റെ ഇക്വേഷൻ നിങ്ങൾ കമൻ്റായി താഴെ എഴുതുക.